ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഏഞ്ചലാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമർ എനിക്ക് ഈ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു അവരൊരു ഏഞ്ചൽ ഫാൻസാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇതുപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ക്രോഷേഡ് ഏഞ്ചൽസ് വേണം. അപ്പോൾ എനിക്ക് പിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു ഇതുപോലെ ഒരു ഏഞ്ചൽ അവർക്ക് ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ച് ഏഞ്ചലാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് അവരുടെ ഏഞ്ചൽ കളക്ഷൻസ് ആണ്, അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. ഏഞ്ചൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 4Playയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ്. അപ്പോൾ 4Play ആയതുകൊണ്ടാണ് ഞാൻ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഏഞ്ചലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഫൈബർ ഫിൽസും പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സും ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫേസിന് ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കളർ കൊണ്ട് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു റാ പോലെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെയിൻ പോലെ കാണുന്ന ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 1 2 സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക. 3 വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 5 6. അപ്പോൾ നമ്മളിവിടെ 6 ചെയിൻ സ്റ്റിച്ച് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ടൈലൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ടൈലൻ്റ് ഒന്ന് വലിക്കുമ്പോൾ ഈ ഒരു സർക്കിൾ ചെറുതായി കിട്ടും. ഇനി നമുക്ക് നല്ല സർക്കിൾ ചെറുതായി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ നേരെ ടോപ്പിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് യാണോവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇവിടെ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു റൗണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ മുകളിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് ചെയ്തു. ഇനി 4ാമത്തെ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി 5ാമത്തെ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്, നമ്മൾ 6ാമത്തെ സ്റ്റിച്ചാണ്. ഇതിലും നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ സെക്കൻഡ് റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ 2 റൗണ്ടിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ 6 സിംഗിൾ ക്രോഷേ വീതം ചെയ്തു. എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ, ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യണേ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡ്രസ്സിന് ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കളർ യാണ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് ഈ ഒരു ഡ്രസ്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ യാണ് എടുക്കുക. എന്നിട്ട് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ബ്ലൂ കളർ യാണാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഫിംഗറിനെ കൊണ്ട് ആ ഒരു ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പാണ് കിട്ടുക. ഇതിൽ ഒരു വൈറ്റ് ലൂപ്പും ഉണ്ട്, ഒരു ബ്ലൂ ലൂപ്പും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് അവിടെ മാറ്റി വെക്കുക. അതിന് ശേഷം ബ്ലൂ എടുത്തിട്ട് യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ച് കിട്ടും. ഇതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും 2 എണ്ണം വീതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 6 സ്റ്റിച്ചിനെ
12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ 2 എണ്ണം ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിലും 2 എണ്ണം ചെയ്തു. അപ്പോൾ 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കി ഇൻക്രീസിങ് ചെയ്തു. ഇനി അതുപോലെ നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അത് തന്നെ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും 2 എണ്ണം വീതം ചെയ്യുമ്പോൾ ഈ ചുറ്റിലും 6 സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് അതിനെ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വൈറ്റ് കളർ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും നമുക്ക് സ്റ്റിച്ചസ് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ആ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോവാൻ. അപ്പോൾ ഓരോ റൗണ്ടിലും നമ്മൾ ഇത്ര സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ എമിഗ്രമിയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ട് എഴുതി വെക്കുക, അതിന് ശേഷം ആ റൗണ്ട് ചെയ്യുക, അതിന് ശേഷം അടുത്ത റൗണ്ട് നോക്കി എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുക, ആരും മടി കാണിക്കരുത്. നമുക്ക് സ്റ്റിച്ചസ് കറക്റ്റ് നീറ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ആ കറക്റ്റിൽ കിട്ടുള്ളൂ. ഒരു സ്റ്റിച്ചോ 2 സ്റ്റിച്ചൊക്കെ നമുക്ക് കുറഞ്ഞു പോയാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ നോക്കുക. അങ്ങനെ 12 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ആ 12 സ്റ്റിച്ച് കിട്ടുന്നത് വരെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് നടന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ വൈറ്റ് കളറിയാണ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളറിയാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഈ ഒരു ബ്ലൂ കളറിയാണ് വെച്ചിട്ടാണ് മുഴുവനും ചെയ്യുന്നത്, ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ കൈയിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് പോർഷനിൽ മാത്രമാണ് നമ്മൾ ആ ഫേസിൻ്റെ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റിച്ചും 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും വരുന്ന മിസ്റ്റേക്ക് അതാണ്. അവർ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്, പിന്നെ നമ്മൾ ഈ അമിഗ്രോമി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് ആ കറക്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ. അതിന് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാതെ നമ്മൾ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റിച്ചൊക്കെ ആവും കുറയുക അല്ലെങ്കിൽ കൂടുകയൊക്കെ ചെയ്യുക. പക്ഷെ അത് മുകളിലേക്ക് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഡിഗ്രീസിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ അത് പിന്നെ ആ ഒരു ഭാഗം നീറ്റില്ലാതാവും. അപ്പോൾ ഓരോ റൗണ്ടിലും ഇത്ര സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ അത്ര സ്റ്റിച്ചേ പാടുള്ളൂ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ പിന്നെ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. ഇനി നമ്മൾ ബാക്ക് പോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ കാണിച്ചു തരാം. ഇതുവരെ നമ്മളിങ്ങനെ ഈ ഒരു ഫ്രണ്ടിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹുക്കിനെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും വലിച്ചിട്ട് ഒരു ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചാണ്. ഇനി നമ്മൾ താഴെ ഭാഗത്ത് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 ലൂപ്പ് ഇട്ട് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ സ്റ്റിച്ചസ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ ഒരു ഡിസൈൻ പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, പ്ലെയിൻ ആയിട്ട് ഒരു കൈ ഇങ്ങനെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യാൻ
ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിനായിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്താൽ മതി. അതെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയാണ്, അത്ര ഇതുള്ളൂ. അല്ലാതെ ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പൊന്നുമല്ല കേട്ടോ. ഇത് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്താലും മതി. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഓരോ ചെയിനിലും ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ്, ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ ചെയിനിലും ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റിൽ മനസ്സിലാവും. എന്നിട്ട് ഓരോ സ്റ്റിച്ചും 1 2 3 എന്ന് പറഞ്ഞ് നിങ്ങൾ എണ്ണി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസൈൻ പോലെ അവിടെ ഇങ്ങനെ വരും ബാക്ക് പോസ്റ്റിൻ്റെ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു നോർമൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇനി നമ്മൾ 2 റൗണ്ടിലും ചെയ്യുന്നത്, ഇനിയുള്ള റൗണ്ടിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് തന്നെ കിട്ടണം. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. ചിലപ്പോൾ നമ്മൾ ബാക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് കൂടുകയോ കുറയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ നോക്കുക കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അടുത്ത റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ റൗണ്ടിൽ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് കിട്ടിയത്. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം.
വീണ്ടും ആ സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ സെക്കൻഡ് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോൾ ചെയ്ത് ഈ 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത 2 ചെയിനിനെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ഡിക്രീസിങ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റിച്ചസ് കുറഞ്ഞ് നമുക്ക് 8 സ്റ്റിച്ചസ് ആയിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്തെടുക്കും. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 8 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാം. റൗണ്ട് 11 നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 2 അങ്ങനെ 8 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചും കൗണ്ട് ചെയ്ത് ചെയ്യുക. ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്. ഇത് കൗണ്ട് ചെയ്യാതെ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടൂല. അപ്പോൾ ഈ റൗണ്ട് നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 8 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. ഇത് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കറൊക്കെ വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഒരുപാട് പേർക്ക് വരുന്ന മിസ്റ്റേക്കാണ് സ്റ്റിച്ച് മാർക്കർ വെക്കാനൊക്കെ മറന്നു പോകും. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ബിഗിനേഴ്സ് ആകുമ്പോൾ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക. ഇനി അഥവാ കൗണ്ട് ചെയ്യുക കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചസ് കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ 2 കൈ ചെയ്യുമ്പോൾ 2 കൈയും നമുക്ക് ഒരുപോലെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് ചെയ്യണം. ഇനി നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും നമുക്ക് ആ ഒരു സ്പേസിൽ സ്റ്റിച്ച് വെച്ച് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ടിൽ കറക്റ്റ് 8 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 8 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുക. ഓരോ റൗണ്ടിലും ക്ലിയർ ചെയ്ത് പോയാൽ നമുക്ക് സ്റ്റിച്ചസ് തെറ്റാതെ നല്ല വൃത്തിയിൽ നീറ്റിൽ കിട്ടും. അപ്പം നമുക്ക് എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും റൗണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ 11 12 13 14 15 16 അത്ര റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കറിലേക്ക് വീണ്ടും നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 2 3 എന്ന് പറഞ്ഞിട്ട് 8 എണ്ണം കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടുന്ന് 11 മുതൽ 16 വരെ
7 റൗണ്ടാണ് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യോ എന്നുള്ള പാറ്റേൺ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ് നോക്കുക. നമുക്ക് ചെറിയ സൈസ് മതിയെങ്കിൽ അത്ര ഒന്നും ചെയ്യണ്ട, പിന്നെ വലിയ സൈസ് ആണെങ്കിൽ അതിലും കൂടുതൽ ചെയ്യാം. ഇപ്പോൾ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ഈ റൗണ്ട് മാത്രം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫൈബർ ഫില്ല് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ റൗണ്ടും കഴിയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അവിടെ ഒരു സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ച് 1 അടുത്തതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് മെഷർമെൻറ്റ് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ റൗണ്ടിലും കറക്റ്റ് നമ്പർ 8 സ്റ്റിച്ച് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്കിങ്ങനെ ആ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് അതൊന്നും ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ചെറിയ ഹോൾസ് ആകുമ്പോൾ പോവാനൊക്കെ കുറച്ച് പാടാവും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ 8 സ്റ്റിച്ച് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഭാഗത്ത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഈ ഒരു ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ ഒരു ഫൈബർ ഫില്ല് ചെയ്യാനൊക്കെ കുറച്ചൊരു സുഖം ഉണ്ടാവും. ഫൈബർ ഫില്ല് അധികം നമ്മൾ ടൈറ്റ് ആക്കും ചെയ്യരുത്, അധികം ലൂസാവും ചെയ്യരുത്. ചെറിയൊരു സോഫ്റ്റിന് വേണ്ടി മാത്രം ആണ് നമ്മൾ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഈ ഒരു ഫൈബർ ഫില്ല് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഭാഗത്ത് പൊഷനിൽ മാത്രമാണ്, കയ്യിന് ബാക്കിയുള്ള ഭാഗം നമ്മൾ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ ഒരു പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എനിക്ക് മെഷർമെൻറ്റ് നോക്കിയപ്പം മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു റൗണ്ടും കൂടി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യോ എന്നുള്ളൊരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റൗണ്ട് കൗണ്ട് ചെയ്യാതെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുകയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ റൗണ്ട് കൗണ്ട് ചെയ്തപ്പോൾ മെഷർമെൻറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് ആയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു റൗണ്ടും കൂടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെന്ത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.
നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ ആ ഒരു സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നല്ല 2 പോർഷനിലും ഇത് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആ ബാക്ക് സൈഡിലും നമുക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ 4 സ്റ്റിച്ചസാണ് ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 സ്റ്റിച്ചസ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് യാണും അധികം യാണൊന്നും വേണ്ട, കുറച്ച് യാണും മതി. നമുക്കതൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ നോക്കി ചെയ്യുക. അതേ സെയിം തന്നെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ആ ടൈലൻഡ് നമുക്കൊന്ന് ഫ്രണ്ടിലേക്കും മുകളിലേക്കും അതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ഇത് ബാക്ക് സൈഡ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം യാണ് അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. കുറച്ചുള്ളെങ്കിൽ നമുക്ക് ഈ ഒരു കൈ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 കൈകൾ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെയിം ലെങ്ത്തും സെയിം വിഡ്ത്തും ഒക്കെ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബോഡി പാർട്ടാണ്. ബോഡി പാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം മാജിക് സർക്കിൾ ചെയ്യാം. ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഞാൻ വെച്ച് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ സർക്കിൾ പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ 8 ചെയിനിലും 2 സിംഗിൾ ക്രോഷേ ഉള്ള പാറ്റേൺ ചെയ്ത് നമ്മൾ 16 സിംഗിൾ ക്രോഷേ ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് മാർക്കർ വെച്ച് സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഓരോ ചെയിനിലും 2 വീതം ചെയ്തിട്ട് ആ ഒരു 8 സ്റ്റിച്ചിനെ നമ്മൾ 16 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും നമ്മൾ കൗണ്ട് ചെയ്ത് വേണം ചെയ്യാൻ. ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഓരോ റൗണ്ട് എഴുതി വെക്കുക. ആദ്യം ഫസ്റ്റ് റൗണ്ട് എഴുതി വെക്കുക, എന്നിട്ട് ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് റൗണ്ട് എഴുതി വെക്കുക, എന്നിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഓരോ റൗണ്ടും നമ്മൾ അങ്ങനെ എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിച്ചസ് തെറ്റാതെ കിട്ടും. പിന്നെ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ ഒന്നും കൂടി ചെയ്യുക. ഇനി അതുപോലെ അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 16 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക.
ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു 16 സ്റ്റിച്ചിലും 1 2 1 2 എന്നുള്ള പാറ്റേൺ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റിച്ചസ് ഇങ്ങനെ ആഡായി വരികയാണ്. 8 സ്റ്റിച്ചസാണ് നമ്മൾ ഓരോ റൗണ്ടിലും ആഡായി വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 8 സ്റ്റിച്ച് എടുത്തതുകൊണ്ട് നമുക്ക് പിന്നെ എല്ലാ റൗണ്ടിലും ഇൻക്രീസിങ് ചെയ്യുമ്പോൾ 8 സ്റ്റിച്ച് തന്നെ നമുക്ക് ആഡായി വരും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ 6 സ്റ്റിച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 6 സ്റ്റിച്ചാണ് ആഡായി വരിക. അപ്പോൾ 6 ഉള്ളത് 12 പിന്നെ 18 അങ്ങനെ ആവും. ഇതിപ്പോൾ 8 സ്റ്റിച്ച് ആയതുകൊണ്ട് 16 24 ആ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ചസ് ഇൻക്രീസിങ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ടിലും ഓരോ ചെയിനിലും 1 2 1 2 എന്നുള്ള പാറ്റേൺ ചെയ്ത് ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 24 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യുക. അതിന് ശേഷം ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ അവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 4th റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തു. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. പിന്നെ അടുത്ത ചെയിനിൽ 3ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നൂല് ആഡ് ചെയ്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഹൈഡാക്കി കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ഒരു 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക. 3ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ 4ാമത്തെ റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4ാമത്തെ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും 1 1 ചെയ്യുക, 3ാമത്തേൽ 2 ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ 24 സ്റ്റിച്ചിൽ 8 സ്റ്റിച്ച് ആഡ് ആക്കിയിട്ട് 32 സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഓരോ റൗണ്ടിലും 8 സ്റ്റിച്ചാണ് ഇൻക്രീസിങ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത്, ഏത് വലുപ്പത്തിലാണോ ആ ഒരു ഏഞ്ചലിൻ്റെ ബോഡി വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾ വിടുത്ത് ഈ ഒരു ഭാഗം ഇൻക്രീസ് ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ മതിയെങ്കിൽ ഈ ഒരു 32 സ്റ്റിച്ചിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ മോഡലിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയൊരു 8 ഇഞ്ച് സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 5 ഇഞ്ച് സൈസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 32 സ്റ്റിച്ചിൽ പിന്നെ നിങ്ങൾ ഇൻക്രീസിങ് ചെയ്യേണ്ട, അടുത്ത റൗണ്ട് നിങ്ങൾ ചെയ്യേണ്ട. ഇനി അതെല്ലാം നിങ്ങൾക്ക് 7 ഇഞ്ചിലാണ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിലാണെങ്കിൽ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അതിലും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്ത ഭാഗം വീണ്ടും 1 2 ഭാഗം റൗണ്ട് വീണ്ടും ഇൻക്രീസിങ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത ഒരു വലിയ സൈസിലുള്ള ബോഡി കിട്ടും. എങ്ങനെയാണ് നമ്മൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യുമ്പോൾ ഒക്കെ ഹെൽപ്പാവും. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെ നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31. എനിക്ക് സ്റ്റിച്ചസ് കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചസ് കുറവുള്ളതുകൊണ്ട് ഞാൻ ആ സ്റ്റിച്ചസും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുമ്പോൾ നമുക്ക് 32 സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 32 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെക്കാനൊക്കെ മറക്കരുത് കേട്ടോ നിങ്ങൾ.
ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 3 സ്പേസിലും 1 1 1 ചെയ്യും. 4ാമത്തെ സ്പേസിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. 1 ചെയ്തു. സെക്കൻഡിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്ത് വണ്ണിലാണ് നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. സെയിം തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിനെ നമുക്ക് ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ 5ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 40 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4ാമത്തെ ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4ാമത്തെ ചെയിനിലാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള ആ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്യുക. 3 സ്പേസിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4ാമത്തെ സ്പേസിലും ചെയിനിലും നമുക്ക് 2 എണ്ണം ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 40 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ചുറ്റിലും ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് 40 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. 40 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ 2 ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ 2 ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റൗണ്ട് മാത്രം ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്കിൽ കാണുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്നും പറയും. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊന്നും കൂടി കാണിക്കാം. ഇങ്ങനെ 2 ചെയിന് പോലെ കാണുമല്ലോ. അതിൽ ഈ ഫ്രണ്ടിൽ വരുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്കിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നു. ഇതാണ് ബാക്ക് ലൂപ്പ്. ഈ ഒരു ചെയിനിൽ എല്ലാ ബാക്ക് ലൂപ്പും ഇങ്ങനെ നോക്കുക. എന്നിട്ട് ആ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ചസ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു റൗണ്ടിൽ മാത്രം കേട്ടോ. ഈ റൗണ്ടിൽ മാത്രം നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ ഒരു അപ്പർ പാർട്ടിലേക്ക് നമ്മൾ വർക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എല്ലാ റൗണ്ടിലും എല്ലാ ചെയിനിലും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 40 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയത്. അപ്പോൾ ഈ റൗണ്ടിലും 40 സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. ഈ റൗണ്ടിൽ നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ചെയിനിലും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റൗണ്ടിൽ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബാക്ക് ലൂപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ടേൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്പേസ് ചെയ്താണെങ്കിൽ നമ്മളൊരു 32 സ്റ്റിച്ചിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്യാം. അതെല്ലാം നമുക്ക് വലിയ ഡോളാണ് വേണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻക്രീസിങ് സ്റ്റിച്ച് 2 3 4 റൗണ്ട് ചെയ്യുക. അതിന് ശേഷം മാത്രം ഈ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് 40 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വർക്ക് ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ടേൺ ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 7 8 9 3 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ആ നേരത്തെ കഴിഞ്ഞ റൗണ്ടിൽ മാത്രമാണ് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള റൗണ്ടിൽ മുഴുവനും നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ഈ 3 റൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ
ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തു. നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. വീണ്ടും നമുക്ക് അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ വീണ്ടും 8ാമത്തെ റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. 8ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 20 സ്റ്റിച്ചസ് ആണ് കിട്ടുക, അല്ല 40 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് മുഴുവനും ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 8ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. വീണ്ടും നമുക്കതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് യൂസ് ചെയ്യണം കേട്ടോ. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യാം. 40 സ്റ്റിച്ച് കിട്ടണം കേട്ടോ. ഓരോ റൗണ്ടിലും ഈ 3 റൗണ്ടിലും നമുക്ക് 40 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് 3 റൗണ്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനപ്പോൾ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അങ്ങനെ നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3ാമത്തെ ചെയിനിലെ ഫ്രണ്ട് ചെയിനും 4ാമത്തെ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3ാമത്തെ ലൂപ്പിലും 4ാമത്തെ ലൂപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണോ ചെയ്യുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. വീണ്ടും അടുത്ത 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3ാമത്തെ സ്റ്റിച്ചും 4ാമത്തെ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അങ്ങനെ 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. 2 സിംഗിൾ ക്രോഷേ 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3ാമത്തെ സ്റ്റിച്ചും 4ാമത്തെ സ്റ്റിച്ചും സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. 32 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് 11 റൗണ്ട് മുതൽ 20 റൗണ്ട് വരെ നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് 32 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഈ ഒരു ഏഞ്ചലിൻ്റെ നമ്മളിങ്ങനെ ബോഡീൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 20 റൗണ്ട് വരെയാണ് ചെയ്യുന്നത്. 11 മുതൽ 20 വരെ. അപ്പോൾ നമുക്കൊരു 10 റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 10 റൗണ്ട് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വീണ്ടും അടുത്ത റൗണ്ട് ചെയ്യുക. പിന്നെ സ്റ്റിച്ച് മാർക്കർ വീണ്ടും റിമൂവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു 20 റൗണ്ട് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. 10 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 10 റൗണ്ട് നമ്മൾ ചെയ്തു. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒരു കുറച്ച് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഒന്ന് ചൂടാക്കിയിട്ട് അതിലിങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക കുറച്ച്. എന്നാൽ പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അങ്ങനെ മറിഞ്ഞ് വികാതെ വെക്കാനൊക്കെ നമുക്ക്
കുറച്ച് ഗ്ലൂ ഗണ്ണ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിലും കുറച്ചങ്ങനെ ആക്കി കൊടുക്കാം. എന്നാൽ കുറച്ചൊരു വെയിറ്റിൽ അത് നിന്നോളും. വെയിറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഇങ്ങനെ ഞാൻ നേരത്തെ കുറച്ച് ആക്കി വെച്ചതാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വീഴാതെ മറിയാതൊക്കെ നിന്നോളും. കുറച്ച് വെയിറ്റ് ഉണ്ടാവും ഇവിടെ. വേണമെങ്കിൽ ചെയ്താൽ മതി, അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ടോയ്സ് കുട്ടികൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ഫൈബർ ഫില്ല് വെച്ച് ഫില്ല് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അവർക്ക് ഷോക്കേസിൽ സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു ഗ്ലൂ ഒന്ന് ചൂടാക്കിയിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് ഒന്നിങ്ങനെ ചുറ്റി ആക്കി കൊടുത്തിട്ടുണ്ട്, ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 10 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഒരു 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2. അടുത്തതിൽ മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ നാലാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റിച്ചും ആറാമത്തെ സ്റ്റിച്ചും നമുക്ക് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് അഞ്ചാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ആറാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുമല്ലോ. അപ്പോൾ ഈ ഫസ്റ്റിൽ വരുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്കിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡിക്രീസിങ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിക്രീസിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ ഡിക്രീസിങ് ആവും. അതുകൊണ്ട് അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 5th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഞാനവ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഞാനവ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പം വീണ്ടും നമുക്കൊരു ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടി. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അഞ്ചാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ആറാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 28 സ്റ്റിച്ചസ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതിൽ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ഓൾറെഡി ചെയ്തു. സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ ഇൻവിസിബിൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത 3 ചെയിനിലും 1 2 3 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നാലാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും അഞ്ചാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് കഴിയുന്നവരെ ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നാലാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും അഞ്ചാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 1 2 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നാലാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും അഞ്ചാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ഈ ഒരു എൻഡ് എത്തുന്ന വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം.
നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ചെയ്ത് ചുറ്റിലും കഴിയുമ്പോൾ നമുക്ക് 20 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ചെയ്ത എടുത്ത ആ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ചസ് ഇങ്ങനെ ഡിക്രീസിങ് ആയി വരുന്നത് കാണാം. ഇനി നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം.